എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ കപ്പലിൽ വീണ്ടും അവരുടെ ജൈത്രയാത്ര തുടരാണ്. ഇവിടെ നമ്മുടെ ചോപ്പർ അവൻ സീസറിന് തകർന്നു പോയ മൂക്ക് അത് റെഡിയാക്കാണ്. സീസർ നിലവിളിക്കും. അതിൽ ചോപ്പർ ദേഷ്യപ്പെട്ടു പറയും, മിണ്ടിപ്പോവരുത്, മിണ്ടിയ നിന്റെ വളഞ്ഞ മൂക്ക് വീണ്ടും ഞാൻ ഇടിച്ചു തകർക്കും. നിനക്കറിയില്ല ഒരു ഡോക്ടറിന്റെ പവർ. ആക്ച്വലി എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ ഞാനൊരു ഡോക്ടറാണ്. ഇവൻ രക്ഷിക്കാനല്ലാതെ ജീവൻ എടുക്കാനായിട്ട് ഞാൻ ശീലിച്ചിട്ടില്ല. സോ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ചോപ്പർ ആണെങ്കിൽ എഡേഷൻ പോലും കൊടുക്കാതെ വേദനിപ്പിച്ച് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കും. മറ്റൊരു ഭാഗത്ത് ബ്രൂക്ക് ഫ്രാങ്കിയോട് ആ മിനിമറി എവിടെ, നീ ആ മിനിമറി അത് എവിടേക്ക് കൊണ്ടുപോയി ചോദിക്കും. അതിന് ഫ്രാങ്കിക്ക് കാലി കയറി, ഈ അടക്കം 8ാമത്തെ ആളാണ് എന്നോട് മിനിമറിയെ കുറിച്ച് ചോദിക്കുന്നത്. കുഴപ്പമില്ല, നിനക്കും ഞാൻ ആ സ്റ്റോറി പറഞ്ഞു തരാം. നമ്മളെല്ലാവരും ആ ഒരു വലിയ കൂട്ടിൽ പെട്ടുപോയതിനു ശേഷം നമ്മൾ ബുദ്ധിപരമായി പുറത്തേക്ക് വന്നു. ഞാൻ നമ്മുടെ കപ്പൽ അന്വേഷിച്ച് കപ്പൽ പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വന്നു. ഗോഡ് ഗ്രേസ് നമ്മുടെ കപ്പലിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കപ്പലെടുത്ത് മിനിമറിക്ക് അരികിലേക്ക് വന്ന് മിനിമറി ഞാൻ കപ്പലിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. നിങ്ങൾ ചോദിച്ച നമ്മുടെ മിനിമറി അത് സേഫ് ആയിട്ട് നമ്മുടെ കപ്പലിന്റെ അകത്ത് തന്നെയുണ്ട്. ഇനി അതിൽ ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാഞ്ചിയാണെങ്കിൽ സാമുറായിക്കും അമൻഡോസ്കിക്കും നല്ല ഫുഡും ചായയും സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവരാണെങ്കിൽ കിട്ടിയ ഗ്യാപ്പിന് കിട്ടിയതെല്ലാം വെട്ടി വിഴുങ്ങും. ടോറി ഒരു അല്പനേരം അവരെ തന്നെ നോക്കും. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നേ? നിങ്ങൾക്കും ആ നേവി സോൾജേഴ്സിന്റെ കൂടെ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാമായിരുന്നില്ലേ? അതിനവര് പറയും, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു ട്രിപ്പിലായിരുന്നപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. സോ നേവിയുടെ കൂടെ പോയി ആ ട്രിപ്പ് നശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ല, അടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഐലാൻഡിൽ നിങ്ങൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്താൽ മതി. നാവി പറയും, യാതൊരു പ്രശ്നവും ഇല്ല, അടുത്ത് കാണുന്ന ഐലാൻഡിൽ നിങ്ങൾ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ മാത്രം ഞങ്ങളുടെ സർവീസ് ചാർജ് നിങ്ങൾ തന്നാ മതി എന്ന് പറയും. അവരാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അത് എവിടേക്കാണ്? അതിന് ട്രഫാർഗറിലോ? ആളാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഓൾറെഡി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവിടേക്ക് തന്നെ ആയിരിക്കണം നമ്മൾ ഇനി പോവേണ്ടത്. നമ്മൾ പോകുന്നത് ആ ഡോഫ്ലമിംഗോയുടെ സ്ഥലത്തേക്കാണ്, ട്രഫ്രോസിലേക്ക്. കട്ട് ചെയ്ത ആ പങ് ഓഫ് അസാഡ് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി ഈ മഞ്ഞ കോട്ടിട്ട ആ പോയിസൺ ഗ്യാസ് അത് ശരിക്കും അവരുടെ മേലെ എഫക്റ്റ് ആവില്ല. നേവി ആൾക്കാരാണെങ്കിൽ ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് ആ മഞ്ഞ കോട്ടൊക്കെ വാങ്ങിക്കും. അതിനുശേഷം സീസണിൽ ഫ്രീസായി പോയവരെ രക്ഷപ്പെടുത്താനായിട്ട് അകത്തേക്ക് കയറി വരികയാണ്. സീസറിന് മുൻപ് തന്നെ അറിയാം ആ മഞ്ഞ കോട്ട് അത് ധരിക്കുകയാണെങ്കിൽ പോയിസൺ അവരുടെ മേലെ എഫക്ട് ചെയ്യില്ല എന്ന്. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ കോട്ട് അവർ ഊരിപ്പിച്ചത്. ഈ സോൾജേഴ്സിന് മുൻപിൽ 12 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 12 മണിക്കൂറിനുള്ളിൽ ആ ഷെല്ല് തകർത്ത് ഫ്രീസായവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ജീവൻ തിരികെ പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ അതിനുള്ളിൽ കിടന്ന് മരണപ്പെടും. സ്മോക്കർ ആണെങ്കിൽ ബ്രൗൺ ബിയർഡിനും ആ യെല്ലോ കോട്ട് കൊടുക്കും. അതിന് ബ്രൗൺ ബിയർഡ് പറയും, തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെട്ടു പോവില്ല. എന്റെ ആൾക്കാർ അവരെ സേവ് ചെയ്ത് ഞങ്ങൾ ഇതുവഴി തന്നെ മടങ്ങി വരുമെന്ന് പ്രോമിസ് ചെയ്ത് അവനിപ്പോ അവന്റെ ആൾക്കാരെ അന്വേഷിച്ച് അകത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ബേസിന്റെ പുറത്താണ് ഒരു വില്ലത്തിയുടെയും അവളുടെ അസിസ്റ്റന്റിന്റെയും ബോഡി ഉള്ളത്. അവരുടെ അടുത്തേക്ക് ഇപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് രണ്ടുപേരുടെയും തല പറന്നു വരും. കുഞ്ഞുകൾ കൊണ്ട് പറന്നെത്തിയ തലയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ബോഡിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിക്സ് ആവും. അവരുടെ തൊട്ടു പിന്നാലെ ആ ഡോഫ്ലമിംഗോ അവനും അവിടേക്ക് ലാൻഡ് ചെയ്യും. സ്മോക്കർ ആണെങ്കിൽ ഒരു സെക്കൻഡ് അവനെ കണ്ട് ഞെട്ടും. കലിപ്പിലേക്ക് അവിടേക്ക് പാഞ്ഞെത്തിയ ഡോഫ്ലമിംഗോ അവന്റെ ഹോക്കി പവർ അതിപ്പോ ആ സോൾജേഴ്സിന് നേരെ ഉപയോഗിക്കും. അവന്റെ പവർ ഉപയോഗിക്കേണ്ട താമസം ഒരുപാട് സോൾജേഴ്സ് ബോധം കെട്ട് താഴേക്ക് വീഴാണ്. ഡോഫ്ലമിംഗോ ഫുൾ കലിപ്പില് അല്പം മുൻപ് ഒരു പൈററ്റ്സ് ടീം അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോയില്ലേ? അവരെവിടേക്കാണ് പോയതെന്നാണ് എനിക്ക് അറിയേണ്ടത്. കലി കയറിയ സോൾജേഴ്സ് ആണെങ്കിൽ ഗണ്ണ് പോയിന്റ് ചെയ്യും. സ്മോക്കർ ആണെങ്കിൽ ടെൻഷനായി അവരോട് ഗൺ ഡൗൺ ചെയ്യാൻ പറയും. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അതിനാ ഡോഫ്ലമിംഗോ അവ സിമ്പിൾ ആയിട്ട് അവരെ തന്നെ കൺട്രോൾ ചെയ്ത് ആ ഗണ്ണുകൾ അത് പരസ്പരം അവർക്ക് നേരെ തന്നെ പോയിന്റ് നിർത്തിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം അത് പരസ്പരം ഷൂട്ട് ചെയ്യിപ്പിച്ച് അവൻ ആ സോൾജേഴ്സിനെ കൊന്ന് താഴെയിടും. ഒരു സോൾജറിനെ നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ച് അവനോട് ചോദിക്കും, സത്യം പറയ്, ആ പൈററ്റ്സ് ടീം അവർ ഏത് ഡയറക്ഷനിലേക്കാണ് പോയത്? സ്മോക്കറിന്റെ കൺട്രോൾ പോയി അവനിപ്പോ കളത്തിലിറങ്ങുകയാണ്. നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾക്കാരുടെ ദേഹത്ത് കൈവെക്കും. നീ അതൊക്കെ അവരെ വിട്ട് മാറി നിൽക്കാൻ സ്മോക്കർ ഡോഫ്ലമിംഗോയോട് പറയും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ സ്മോക്കറിനോട് ചോദിക്കും, നീയെങ്കിലും സത്യം പറയുന്നതാണ് നല്ലത്. നിന്റെ സോൾജേഴ്സിന്റെ അവസ്ഥ നീ കണ്ടില്ലേ? നിനക്കങ്ങനെ സംഭവിക്കണ്ടായെങ്കിൽ സത്യം പറയും, അവരെവിടേക്ക് പോയി? അതിന് സ്മോക്കർ പറയും, ഞങ്ങൾ പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ അവരെ പിടിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് അവർ രക്ഷപ്പെട്ടു പോയിരുന്നു. ഡോഫ്ലമിംഗോയ്ക്ക് മനസ്സിലാവും സ്മോക്കർ അവൻ കള്ളം പറയാണെന്ന്.
എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡോൺ ഫ്ലെമിംഗോ ഇപ്പൊ അവന്റെ വിരൽ വെച്ച് സ്മോക്കറിനെ അറ്റാക്ക് ചെയ്യാണ്. അവന്റെ വിരല് അത് ചെറുതായിട്ടൊന്ന് അനക്കുമ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം തകർന്ന് വീഴാൻ തുടങ്ങും. സ്മോക്കർ ആണെങ്കിൽ അവന്റെ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷേ തിരികെ ഡോൺ ഫ്ലെമിംഗോയെ അറ്റാക്ക് ചെയ്യാൻ സ്മോക്കറിനെ കൊണ്ടാവില്ല. അസിസ്റ്റന്റ് സോൾജേഴ്സ് ആണെങ്കിൽ സ്മോക്കറിനോട് ചോദിക്കും, മാസ്റ്റർ നിങ്ങളെ കൊണ്ട് ടിക്ക് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ലേ? അതിന്റെ ടിപ്പില് C% സ്റ്റോണ് അതുള്ളതുകൊണ്ട് തന്നെ അവന്റെ പവറൊന്നും അതിൽ വർക്ക് ആവില്ല. പക്ഷെ സ്മോക്കറിന് ഓൾറെഡി അവന്റെ ആ സ്റ്റിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാരണം വെർഗോയോ ആയിട്ടുണ്ടായ ഫൈറ്റില് അവൻ ആ സ്റ്റിക്ക് രണ്ടായി പൊട്ടിച്ചു കളഞ്ഞു. സ്മോക്കറിന് നിസ്സഹായത കണ്ട് ഇപ്പൊ സോൾജിയേഴ്സ് എല്ലാവരും ഡോൺ ഫ്ലെമിംഗോയെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് ഓടിയെടുക്കും. അതിന് ഡോൺ ഫ്ലെമിംഗോ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാണ്. സ്മോക്കറിന് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൻ നിലവിളിക്കും, സോൾജിയേഴ്സ് നിങ്ങൾ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ഓടി വന്ന് ആ അറ്റാക്ക് മുഴുവനായിട്ട് അവനിലേക്ക് തന്നെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ സ്മോക്കറിന്റെ അവസ്ഥ കണ്ട് ഷോക്കാവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. ട്രഫാൽഗറിലോ തീർത്തു പറയും, നമുക്കിപ്പോ ആ അയലാൻഡിൽ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ഡെസറോസ അയലാൻഡിനെ കുറിച്ച് കേൾക്കേണ്ട താമസം സാമുറായി ആണെങ്കിൽ പേടിച്ചു പോവും. എന്തുപറ്റി, നിനക്ക് ആ അയലാൻഡിനെ കുറിച്ച് അറിയോ? സാമുറായി പറയും, എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ട്രഫാൽഗറിലോ ലൂഫിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ട് നിനക്ക് നമ്മൾ അവിടേക്ക് എന്തിനാ പോകുന്നതെന്ന് അറിയോ? അതിനവും പറയും, എനിക്കറിയില്ല. ട്രഫാൽഗറിലോയ്ക്ക് ആണെങ്കിൽ ചത്താ മതി എന്നാവും. പ്രത്യേകിച്ചൊന്നും പറയാതെ ഇപ്പൊ അവിടുന്ന് തിരിഞ്ഞ് നടന്നു പോകും. ഇവിടെ കപ്പലിനാണെങ്കിൽ സ്പീഡ് കൂടിക്കൂടി വരികയാണ്. ഓരോ സ്ലോപ്പിലൂടെ കപ്പൽ അങ്ങനെ എടുത്തു ചാടും. ട്രഫാൽഗറിലോ ആ കടലിന് ചുറ്റും നോക്കും. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് സീ സ്ലോപ്പാണ്, ഇവിടെ ഇതൊക്കെ സാധാരണമാണ്. അവനിപ്പോ ആ കോമ്പസില് സെന്ററിലുള്ള പോയിന്റ് കാണിച്ചു കൊടുക്കും. നമുക്ക് പോവേണ്ടത് ഈ ഡയറക്ഷനാണ്. എഫ്രോസ ഐലാൻഡ് അത് ഇവിടേക്കാണ്. പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടേക്ക് പോകാൻ പാടില്ല. ആ ഡോൺ ഫ്ലെമിംഗോയുടെ മുന്നിൽ ചെന്ന് നമ്മൾ പെടും. അത് മാത്രമല്ല, അല്പം മുൻപ് ഞാൻ അവനോടാണ് സംസാരിച്ചത്. ടോപ്പാണെങ്കിൽ ഷോക്കാവും. നീ ആ ഡോൺ ഫ്ലെമിംഗോയാണോ കുറച്ചു മുമ്പ് വെല്ലുവിളിച്ച്? അവനൊരു വാരലോടല്ലേ? നമ്മളെ കൊണ്ട് അവന്റെ മുൻപിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അത്രയും പവറുള്ള ഒരാളെ തോൽപ്പിക്കാനൊന്നും നമുക്കാവില്ല. ലൂഫി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും വിളിച്ച് അവരുടെ ഡീലിനെ കുറിച്ച് പറയും. ആ 4 എംപറേഴ്സ് അവരെ കൊല്ലാനാണ് നമ്മുടെ തീരുമാനം. അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം അത് നേടിയെടുക്കാൻ പറ്റൂ. ട്രഫാൽഗറിലോയും നമ്മുടെ ടീമിലെ ഇപ്പൊ ഒരു ടീംമേറ്റ് ആണെന്ന് ലൂഫി തീർത്തു പറയും. അത് കേട്ട് ഉസോപ്പും ബ്രൂക്കും നാമിയും അവർ 3 പേര് ഷോക്കായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയും. സാഞ്ചി ആണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ലൂഫി നമ്മുടെ ടീം ലീഡറാണ്, അവനത് തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മളും അത് ഫോളോ ചെയ്തേ പറ്റൂ. സീസർ ആണെങ്കിൽ അത് കേട്ട് വിളിച്ചു പറയും, നിങ്ങളെ കൊണ്ട് ഒരിക്കലും അവരെ തകർക്കാനായിട്ട് കഴിയില്ല, അവരുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? 4 എംപറേഴ്സിന്റെ ഒരാളുടെ മുൻപിൽ പോലും നിൽക്കാനുള്ള യോഗ്യതയോ കഴിവോ നിങ്ങൾക്കില്ല എന്ന് പറയും. സാഞ്ചി ആണെങ്കിൽ അത് കേട്ട് ആടി വന്ന് അവനെ ആഞ്ഞടിച്ച് താഴെയിടും. ഇവിടെ ട്രഫാൽഗറിലോ ആണെങ്കിൽ ആള് ചെയ്ത ഓരോരോ കാര്യങ്ങളും എല്ലാവരോടുമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ആ സാഡ് മിഷൻ അത് ഡിസ്ട്രോയ് ചെയ്യുക എന്നതാണ്. അതിനുശേഷം പിന്നീട് അവൻ ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ഡോൺ ഫ്ലെമിംഗോ അവനാണെങ്കിൽ സ്മോക്കറിനെ തല്ലി ഒരു ഭാഗത്തിട്ടിരിക്കുകയാണ്. ഡോൺ ഫ്ലെമിംഗോ സ്മോക്കറിന്റെ കൈ രണ്ടും അങ്ങനെ വളച്ചൊടിച്ച് അവനെ തല്ലി കൊല്ലുകയാണ്. അടുത്ത നിമിഷം അവക്കിജി അവനവിടേക്ക് ചാടി വീഴും. ഡോൺ ഫ്ലെമിംഗോ ആണെങ്കിൽ അവക്കിജിയെ കണ്ട് ഷോക്കാവും. അതിന് അവക്കിജി പറയും, സ്മോക്കറിന്റെ ഫ്രണ്ടാണ്, അവനെ തൊട്ടാ പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാവില്ല. അവക്കിജി പറയുന്നത് കേട്ട് ഡോൺ ഫ്ലെമിംഗോ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.